നെസ്റ്റ്. തേൻ ഒഴിച്ചിട്ട് അതിനകത്ത് എള്ളാണ്, കറുത്ത എള്ള് വെള്ള എള്ള് ഇട്ടിട്ട് ഫോർക്ക്. ഇതാണ് ഇതാണ് ആധുനിക കോഫി ഷോപ്പുകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ ലോഞ്ചുകളാണ്. ഇതിനകത്ത് പാട്ട്, ഡാൻസ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഇത് ലോഞ്ച്, ഇത് കെമിസ്ട്രി, ഇതൊക്കെ ആധുനികമായ കോഫി ഷോപ്പുകളാണ് ഈ കാണുന്നതെല്ലാം. പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി മോഡേൺ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുള്ള മോഡേൺ സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള കോഫി ഷോപ്പുകളാണ് ഈ കാണുന്നത്. ഇവിടെ മെയിനായിട്ടും ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ഇന്ന് ഈവനിങ് വളരെ റഷാണ്. ഇത് കണ്ടല്ലോ, ഇത് വേറൊരു ലോഞ്ചാണ്, ലിപ്പർ. പരമ്പരാഗത കോഫി ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക കോഫി ഷോപ്പുകൾ അവയുടെ ഗുണനിലവാരം കൊണ്ടും അതേപോലെ തന്നെ വെസ്റ്റേൺ കോഫീസിൽ ബ്ലെൻഡ് ചെയ്യുന്ന ആ ഒരു കൊണ്ടും വളരെ സമ്പുഷ്ടമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കോഫീസ്, അതായത് വെസ്റ്റേൺ, അറേബ്യൻ, അതേപോലെ തന്നെ മറ്റ് ലാറ്റിൻ അമേരിക്കൻ കോഫീസൊക്കെ വേൾഡ് വൈഡ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കോഫീസാണ്. കോമൺ ആയിട്ടുള്ളത് കാപ്പിച്ചീനോ, ലാറ്റെ, മോക്ക, അതേപോലെ തന്നെ ടർക്കിഷ് കോഫി വളരെ ഫേമസ് ആണ്. ടർക്കിഷ് കോഫി വളരെ ഫേമസ് ആണ്. അതേപോലെ തന്നെ ഐറിഷ് കോഫി, വിയറ്റ്നാമീസ്, എത്യോപ്യ, അങ്ങനെ വളരെ അധികം കോഫീസ് ലോകത്ത് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ വളരെ എടുത്തു പറയേണ്ട ഒന്നാണ് മോക്ക. കാരണം ഏറ്റവും പുരാതനമായ കോഫി ഇനങ്ങളിൽ ഒന്നാണ് മോക്ക ബ്ലെൻഡ്. അപ്പോൾ മോക്ക എവിടെ നിന്നാണ് അതിൻ്റെ ഉത്ഭവം എന്ന് വെച്ചാൽ, പരമ്പരാഗതമായി കോഫി തുടക്കകാലത്തിൽ കോഫി ഉൽപാദനം നടന്നിരുന്ന യമനിലെ മോക്ക എന്ന തുറമുഖം, അതായത് യമനിൽ നിന്ന് വിദേശ രാജ്യങ്ങളായ പിന്നെ യൂറോപ്യൻ കൺട്രീസ്, അതേപോലെ തന്നെ അന്ന് ഒട്ടോമൻ ചക്രവർത്തിയുടെ ഭരണകാലമായിരുന്നു. അപ്പോൾ ഒട്ടോമൻ സാമ്രാജ്യത്തിലേക്കൊക്കെ കോഫി കയറ്റുമതി ചെയ്തിരുന്നത് യമനിലെ മോക്ക എന്ന തുറമുഖമായിരുന്നു. വളരെ അറേബ്യൻ പെനിൻസുലയിലെ വളരെ പുരാതനമായ ഒരു തുറമുഖമാണ് യമനിലെ മോക്ക എന്ന തുറമുഖം. അപ്പം അങ്ങനെ വെസ്റ്റേൺ കൺട്രീസിലുള്ള അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചറിൽ ഉള്ള ആളുകൾ ഇട്ട പേരാണ് മോക്ക. അതുകൊണ്ടാണ് അറേബ്യൻ പെനിൻസുലയിൽ ഗാവ കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിൽക്കുന്നത് മോക്ക എന്ന കോഫിയാണ്. മോക്കയെ പറ്റി പറയാനാണെങ്കിൽ മോക്ക വളരെ പുരാതനമാണ്. അതേപോലെ മോഡേൺ ബ്ലെൻഡുകൾ മിക്സ് ആയപ്പോൾ അതൊരു മോഡേൺ കോഫി ശൈലിയിലോട്ട് തന്നെ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് പല കോഫികളും. കാരണം പണ്ടത്തെ കോഫികളൊന്നും മിൽക്ക് യൂസ് ചെയ്യാതെ, അതായത് ഷുഗറോ മിൽക്കോ ഒന്നും ആഡ് ചെയ്യാതെ ചെയ്തിട്ടുള്ള കോഫീസാണ്. അതുകൊണ്ടാണ് മോക്കയായാലും ഗാവയായാലും അതേപോലെ എസ്പ്രസോ ആയാലും ആ ഒരു ബ്ലെൻഡ് പഴമ കീപ്പ് ചെയ്യുന്നതാണ്. ഇപ്പൊ പുതിയ ശൈലിയിലേക്ക് വന്നപ്പോൾ മിൽക്ക് യൂസ് ചെയ്യാൻ തുടങ്ങി, ഷുഗർ യൂസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് അതിന് വ്യത്യാസം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിന് ഏറ്റവും വലിയൊരു ചാൻസസ് ലോകത്ത് എല്ലായിടത്തും, അതായത് പരമ്പരാഗതമായി തന്നെ കോഫി ഷോപ്പുകൾ അല്ലെങ്കിൽ കോഫി സ്ട്രീറ്റുകളുടെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പം ഒരുപാട് പുതിയ കോഫി ഷോപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റാർട്ടപ്പായിട്ട് തന്നെ തുടങ്ങാനുള്ള സാധ്യതകൾ നമ്മൾക്കും എല്ലാവർക്കും, അതായത് പുതിയൊരു ഐഡിയ, ബിസിനസ് ഐഡിയ ചിന്തിക്കുന്നവർക്ക് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കോഫി ഷോപ്പുകൾ കൊടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനും ഇതുപോലെ ആലോചിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു മുമ്പ് നാട്ടിൽ. അപ്പോൾ കോഫി ഷോപ്പുകൾ അല്ലെങ്കിൽ കോഫി സ്ട്രീറ്റുകളുമായി അല്ലെങ്കിൽ ഫുഡ് സ്ട്രീറ്റുകളുമായി ബന്ധപ്പെട്ട് കോഫി ഷോപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ബിസിനസ് പെട്ടെന്ന് വളർച്ച ഉണ്ടാകുന്ന ഒരു ബിസിനസ് കൂടിയാണ്. ആളുകൾക്ക് റിലാക്സ് ചെയ്യാനും അതുപോലെ തന്നെ ബിസിനസ് മീറ്റപ്പുകളും ഒക്കെ നടത്താൻ പറ്റിയ ഒരിടം കൂടിയാണ് കോഫി ഷോപ്പുകൾ. കുറച്ചുകൂടി ആധുനികമായിട്ട് തന്നെ തുടങ്ങുവാണെങ്കിൽ, അതായത് പരമ്പരാഗത രീതിയിൽ നിന്ന് ആധുനികമായിട്ട് തുടങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി കസ്റ്റമേഴ്സിന് ആക്സസിബിൾ ആയിരിക്കും. സോ പുതിയ സ്റ്റാർട്ടപ്പ് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ ആണ് കോഫി ഷോപ്പുകളെന്ന് പറഞ്ഞു വെക്കുകയാണ് ഞാനിവിടെ.
എന്ന് പറയുന്ന കോഫി, അതായത് അതിൻ്റെ പേര് വന്നത് കോഫി വ്യാപാരം യമനിലെ മോക്ക തുറമുഖത്ത് നിന്നാണ് വിദേശ രാജ്യങ്ങളിലേക്ക്, അതായത് യൂറോപ്പ്, അതുപോലെ തന്നെ ഒട്ടോമൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ, ഒട്ടോമൻ ഭരണകാലഘട്ടത്തിൽ അവരുടെ സാമ്രാജ്യത്തിലേക്കൊക്കെ പോയത് മോക്ക തുറമുഖം വഴിയാണ്. അങ്ങനെയാണ് വെസ്റ്റേൺ, അതായത് യൂറോപ്യൻ ആളുകൾ അതിന് മോക്ക എന്ന് പേരിട്ടത്. മോക്ക തുറമുഖം വഴിയുള്ള കോഫി കയറ്റുമതി നടന്ന സമയത്ത് അങ്ങനെ വന്ന പേരാണ് മോക്ക. ഇപ്പോൾ ഈ കാണുന്നതാണ് ബുറൈദ റാഷിദയിലെ ഏറ്റവും പുതിയ കോഫി സ്ട്രീറ്റ്. നൈറ്റ് സ്ട്രീറ്റ് തന്നെയാണ്. അപ്പം ഇതുമായി അനുബന്ധപ്പെട്ട് റെസ്റ്റോറൻറ്റുകൾ ഇത് ഫുഡ് സ്ട്രീറ്റും കോഫി സ്ട്രീറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈവനിങ് ടൈം എന്ന് പറയുമ്പോൾ വളരെ റഷാണിത്. ഏകദേശം മോർണിംഗ് 6 o'clock വരെയൊക്കെ നല്ല തിരക്കുണ്ടാവും. രാത്രിയാണ് ഇവിടെ സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മീൻസ് ഷോപ്പുകളൊക്കെ 4 മണിക്ക് ഓപ്പൺ ആവുകയും തിരക്ക് വരുന്ന 10 മണി ആ ടൈമിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല റഷാണ്. എല്ലാ രീതിയിലും ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ ബുറൈദയിലെ നൈറ്റ് സ്ട്രീറ്റ്സ്, പ്രത്യേകിച്ച് നോർത്ത് സൈഡിലുള്ള നൈറ്റ് സ്ട്രീറ്റ്സ്. സോ നിങ്ങൾ ബുറൈദയിലുള്ളവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇതൊക്കെ അട്രാക്റ്റീവായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയുണ്ട്. ഷോപ്പുകളുണ്ട്, അതുപോലെ എൻ്റർടൈൻമെൻറ്റ് ഏരിയാസ് ഉണ്ട്. സോ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യണം. അപ്പോൾ ബുറൈദ കോഫി സ്ട്രീറ്റുമായി ബന്ധപ്പെട്ട വീഡിയോ 2 പാർട്ടായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കാണാത്തവർക്കായി ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെയൊക്കെ ബാക്ക് ബോൺ. നമ്മൾ തുടക്കക്കാരെന്ന നിലയിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നല്ല നല്ല വീഡിയോസ് എടുക്കാനുള്ള പ്രേരണ നിങ്ങൾ തരുന്നതായിരിക്കും. അത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ പ്രേരണ. സോ എല്ലാവർക്കും അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ്. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. സോ സൈനിങ് ഓഫ്.